എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മിഷൻ PYQ സെഗ്മെന്റ് 7 ആണ്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന നമ്മുടെ LPUP എക്സാമിനേഷനിൽ നമ്മൾ ഓരോരുത്തരും നോക്കി നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പരീക്ഷകളെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അനിവാര്യമായിട്ട് വേണ്ടത് സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസും അതുകൂടാതെ തന്നെ പ്രസ്താവനകൾ, ശരിയോ തെറ്റോ, മാച്ച് ദ ഫോളോവിങ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഊന്നൽ കൊടുത്ത് വേണം പരീക്ഷയ്ക്ക് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് പഴയ രീതി അനുസരിച്ച് ഓരോ ചോദ്യം ചോദിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൻസറുകൾ പിക്ക് ചെയ്യുക, അങ്ങനെ ഒരു മെത്തേഡിൽ നിന്ന് നമ്മുടെ സിസ്റ്റം മാറിയിരിക്കുകയാണ്. സോ ഈ നടത്തുന്ന ഇന്നത്തെ മിഷൻ PYQ സെഗ്മെന്റ് പ്രധാനമായിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ LPUP മെയിൻ എക്സാം എത്തുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മോഡിനെ ഒരു ഭയമില്ലാതെ അപ്രോച്ച് ചെയ്യാനും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏവർക്കും റാങ്കപ്പിന്റെ പുതിയൊരു മിഷൻ PYQ സെഗ്മെന്റിലേക്ക്, അതായത് മിഷൻ PYQ 7ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മിഷൻ PYQയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സംശയത്തിനുള്ള ഉത്തരം നൽകിയതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ള നമ്മുടെ മിഷൻ PYQയിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു: നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നതിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്ഷനിൽ ചെറിയ ഒരു ഇറർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് വരുന്നത്. ചോദ്യം ഇതായിരുന്നു: കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച ആൻസേഴ്സിന്റെ ഓപ്ഷൻസിൽ ഉണ്ടായ ചെറിയൊരു പാകപ്പിഴവ് കൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഇറർ വന്നുപോയത്. എനിവേ ആൻസർ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് ആൻസർ. എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ വൈവിധ്യമാർന്ന ബോധന രീതികളായിരുന്നു. 8ാമത്തെ ചോദ്യമായിരുന്നു അതിന് വരുന്ന ഉത്തരം. എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച ശേഷം മാത്രം ആൻസർ ചെയ്യുക. കഴിവതും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്. പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ ബി ചോദക പ്രതികരണം, നിരീക്ഷണ പഠന സിദ്ധാന്തം, ധനപ്രബലനം, ശ്രമപരാജയം. ഓപ്ഷൻ സി ശ്രമപരാജയം, ചോദക പ്രതികരണം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ ഡി നിരീക്ഷണ പഠന സിദ്ധാന്തം, ശ്രമപരാജയം, ധനപ്രബലനം, ചോദക പ്രതികരണം. ഓപ്ഷൻ സിയുടേത് ഓപ്ഷൻസ് ആഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് എടുത്ത് പറഞ്ഞു തന്നത്. ഓപ്ഷൻ സി ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ശ്രമപരാജയം, ചോദക പ്രതികരണം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്ത ശേഷം ഇതിലേതായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻസർ കാത്തിരിക്കാണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലോ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. എനിവേ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നിവയാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയെ തിരഞ്ഞെടുക്കുക. ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ, ബോധന ഉദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം,
സഹവർത്തിത പഠനം വൈഗോട്സ്കി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. ഇതിൽ ശ്രദ്ധിച്ചു നോക്കണം, ശരിയായ ജോഡിയല്ല നമ്മുടെ ചോദ്യം, തെറ്റായ ജോഡിയെ തിരഞ്ഞെടുക്കാനാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോന്ന് വായിച്ചു നോക്കുക, ഓരോന്നും ആരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉത്തരത്തിലോട്ട് പോവുക. ഘട്ടസിദ്ധാന്തം നമുക്ക് അറിയാന്നുള്ളതാണ്. ഘട്ടസിദ്ധാന്തം ആരാ കൊണ്ടുവന്നത്? ജീൻ പിയാഷെയാണ് ഘട്ടസിദ്ധാന്തം. അപ്പൊ അത് തെറ്റല്ല. 2 ബോധന ഉദ്ദേശ വർഗീകരണം, ബോധനപരമായിട്ടുള്ള വർഗീകരണങ്ങൾ ബെഞ്ചമിൻ ബ്ലൂമാണ് കൊണ്ടുവന്നത്. അപ്പൊ അതും തെറ്റല്ല. സഹവർത്തിത പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഇതെല്ലാം വൈഗോട്സ്കി കൊണ്ടുവന്നതാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിസ്റ്റ് ആയിട്ടുള്ള വൈഗോട്സ്കിയുടേതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്ക്, ഓപ്ഷൻ ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം. അപ്പൊ അത് ഇതിൽ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ തെറ്റായ ജോഡിയായിട്ട് നമ്മുടെ ആൻസർ വരുന്നത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തമാണ്, ആൽപോർട്ട്. അതാണ് നമ്മുടെ തെറ്റായ ജോഡിയായിട്ട് ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മാനവികതാവാദത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്നേത്? ഓപ്ഷൻ എ, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഓപ്ഷൻ ബി, സമൂഹവുമായി ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. സി, ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. മനുഷ്യരുടെ അബോധ മനസ്സിലാണ് യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നത്. മാനവികതാവാദം എന്നുള്ള ആ ഒരു തിയറിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ മാനവികതാവാദമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കണം നമ്മുടെ ഉത്തരം. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഹ്യൂമനിസ്റ്റ് തിയറിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, മാനവികതാവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആശയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, അധ്യാപകർക്ക് മികച്ച പാഠാസൂത്രണങ്ങളും പഠന സാമഗ്രികളും ലഭ്യമാക്കുന്നതിനായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏത്? കേരള ടീച്ചേഴ്സിന് വേണ്ടി അവർക്ക് ലേണിംഗ് മെറ്റീരിയൽസും റിസോഴ്സസുകളും അവൈലബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ആ പദ്ധതിയുടെ പേര് ഓപ്ഷൻസ് നോക്കുക, വിക്ടേഴ്സ്, സമഗ്ര, സമ്പൂർണ്ണ, സമഗ്ര ശിക്ഷ. ഇവയിൽ ഏതാണ് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങളും റിസോഴ്സുകളും ലഭ്യമാക്കാനായിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു വെബ് പോർട്ടൽ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, സമഗ്രയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, സമഗ്ര. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. റൈറ്റ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പരിപക്വനത്തെയും പഠനത്തെയും അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓപ്ഷൻ എ, പഠനം പരിപക്വനത്തിന്റെ മുൻ ഉപാധിയാണ്. ഓപ്ഷൻ ബി, പരിപക്വനം പഠനത്തിന്റെ മുന്നുപാധിയാണ്. ഓപ്ഷൻ സി, പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധ ആശയങ്ങളാണ്. ഓപ്ഷൻ സി, പരിപക്വനം ഒരു ആർജിത ശേഷിയാണ്. ഇതിലേതാണ് നമ്മുടെ പരിപക്വനവും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പരിപക്വനം പഠനത്തിന്റെ മുൻ ഉപാധിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരി ഉത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ, ശ്രമപരാജയ പഠനം. ഓപ്ഷൻ ബി, നിരീക്ഷണ പഠനം. ഓപ്ഷൻ സി, ഉൾക്കാഴ്ച പഠനം. ഓപ്ഷൻ ഡി, ആവർത്തന പഠനം. ഗണിത പസിലിന് ശരിയായിട്ടുള്ള ഉത്തരം ഒരു കുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വീട്ടിൽ വന്നിട്ടും അത് അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും മറ്റും കണ്ടെത്തുന്നത്? ആ ചോദിച്ച ചോദ്യത്തിന്റെ ശരി, അല്ലെങ്കിൽ ആ പസിലിന്റെ ശരിയായിട്ടുള്ള ഉത്തരത്തിൽ എങ്ങനെ എത്തിച്ചേരുമെന്നുള്ള ഒരു ആശയത്തിൽ കുട്ടി നിൽക്കുകയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. ശരിയായ ഉത്തരം സി ആണ്, ഉൾക്കാഴ്ച പഠനമാണ് കേട്ടോ. ഉൾക്കാഴ്ച പഠനമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യം ഇതാണ്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി
ഏത് പ്രതിരോധ തന്ത്രമാണ്? ഓപ്ഷൻ എ പ്രക്ഷേപണം, ഓപ്ഷൻ ബി യുക്തീകരണം, ഓപ്ഷൻ സി ഉദാത്തീകരണം, ഓപ്ഷൻ ഡി അനുപൂരണം. ഇവിടെ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അനുപൂരണമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് അനുപൂരണം. എട്ടാമത്തെ ചോദ്യം, ഇതൊരു ഗ്രാഫാണ്, പഠന ഗ്രാഫാണ്. ആ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം ആ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം മാത്രം ചോദ്യം എന്താണെന്ന് നോക്കുക. ഗ്രാഫ് കണ്ടല്ലോ, പഠനം ഒരു സൈഡിൽ പഠനം, മറ്റേ സൈഡിൽ എക്സ് ആക്സിസിൽ സമയം എന്നിങ്ങനെയുള്ള ഒരു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ചിത്രം അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. ഓപ്ഷൻ ബി പഠനം എല്ലായ്പ്പോഴും മെച്ചമായി നീങ്ങുന്നു. ഓപ്ഷൻ സി പഠനം തുടക്കത്തിൽ താഴ്ന്നു പോകുന്നു, പിന്നീട് മെച്ചപ്പെടുന്നു. ഓപ്ഷൻ ഡി പഠന പുരോഗതി താഴ്ന്നും ഉയർന്നും നീങ്ങുന്നു. ഇതിലേതാണ് നമ്മുടെ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായ ഉത്തരമെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാഫ് ആദ്യം ശ്രദ്ധിക്കുക, എന്നതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തുക. ഇവിടെ ശരിയായ ഉത്തരം പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് അതിന്റെ മികവ് എന്ത് ചെയ്തു വരുന്നു? കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, ഒരാൾ പരീക്ഷണ രീതി ഉപയോഗിച്ച് ഉത്കണ്ഠയ്ക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോൾ ഉത്കണ്ഠ സ്വതന്ത്രപരവും പഠനസിദ്ധി ആശ്രിതപരവുമാണ്. ഓപ്ഷൻ ബി ഉത്കണ്ഠ ആശ്രിതപരവും പഠനസിദ്ധി സ്വതന്ത്രപരവുമാണ്. ഓപ്ഷൻ സി ഉത്കണ്ഠ പഠനസിദ്ധി എന്നിവ ആശ്രിതപരമാണ്. ഓപ്ഷൻ ഡി ഉത്കണ്ഠ പഠനസിദ്ധി എന്നിവ സ്വാതന്ത്ര്യപരമാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞ ആൻസൈറ്റി നമ്മുടെ ലേണിംഗ്, ഒരു പഠനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഒരാൾ പരീക്ഷണ രീതി ഉപയോഗിച്ച് ഉത്കണ്ഠയ്ക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോഴുള്ള വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ, ഒരു പഠിതാവിനെ പഠന പ്രക്രിയയിൽ സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഉത്കണ്ഠ എന്നത് സ്വാതന്ത്ര്യപരവും പഠനസിദ്ധി ആശ്രിതപരവുമാണ് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്, വളരുന്ന ഒരു ശരീരവും വികസിക്കുന്ന ഒരാത്മാവും ചേർന്നതാണ് ശിശു. ഏതൊരു വിദ്യാഭ്യാസ പ്രവർത്തനവും കാര്യക്ഷമമാകണമെങ്കിൽ ശിശുവിന്റെ വ്യക്തിത്വം പൂർണ്ണമായി വികസിപ്പിക്കണം എന്നത് ആരുടെ വിദ്യാഭ്യാസ ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരുന്ന ഒരു ശരീരവും വികസിക്കുന്ന ഒരു ആത്മാവും ചേർന്നതാണ് ശിശു എന്നാണ് പറയുന്നത്. ഏതൊരു വിദ്യാഭ്യാസ പ്രവർത്തനവും കാര്യക്ഷമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ശിശുവിന്റെ വ്യക്തിത്വവും പൂർണ്ണമായിട്ട് വികസിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആ ദർശനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അല്ല, ദർശനം ഇത് കൊണ്ടുവന്ന, കാഴ്ചപ്പാട് കൊണ്ടുവന്ന വ്യക്തി ആരെന്നാണ്? ജോൺ ഡ്യൂയി, പെസ്റ്റലോസി, ഫ്രോബൽ, മറിയ മോണ്ടിസോറി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മറിയ മോണ്ടിസോറി ആണ് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇതിനോടകം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ എത്രയാണെന്ന് നിങ്ങൾ കമന്റഡ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എക്സാമിന്റെ ഓരോ ലെവലുകളും കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ലെവലുകളും അറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പം ഏകദേശം ഒരു 6-7 എക്സാമുകൾ ഇതുവരെയും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമുകളെല്ലാം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ്, അതുപോലെ തന്നെ പഴയ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാം കൂടെ ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു എക്സാം ഏത് മോഡിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് തന്നെ ഒരുപാട് അത്തരത്തിലുണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് മാറി വരാൻ കഴിഞ്ഞിട്ടും ഉണ്ടാകും. അപ്പോൾ ഇനിയും പരീക്ഷ വരെ, അല്ലെങ്കിൽ പരീക്ഷയുടെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുള്ള രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയുള്ള രീതിയിലേക്ക് കഴിവതും ദിവസങ്ങൾ മാറ്റിവെച്ച് സമയം കളയാതെ
ഇനി നിങ്ങൾ കഴിവതും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോന്നും സ്കോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും, ചില ആളുകൾക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മാക്സിമം സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. എനിവേ, താങ്ക് യു.